പ്രഗ്നൻസി റൈനൈറ്റീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എൻ്റെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് സിംറ്റം. അതെന്നെ വിട്ട് പോയിട്ടില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയപ്പോൾ തൊട്ട് ഇതുപോലെ ഭയങ്കര തുമ്മലും മൂക്കൊലിപ്പും പിന്നെ ഐസും ലിപ്സും ഒക്കെ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരും. രാവിലെ സൺഗ്ലാസ് ഒക്കെ വെച്ച് പട്ടി ഷോ കാണിച്ച് പോകുന്നത് എമർജൻസിയിലോട്ടാണ്. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കാൻ ചേട്ടൻ ഈ മാസ് കാണിച്ച് വരുന്നത് എനിക്കുള്ള ആൻറ്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ എമർജൻസി പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അവർ പ്രൊജസ്ട്രോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെയാണ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ വെയിറ്റിന് ശേഷം വീട്ടിൽ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്കിതിപ്പോൾ സ്ഥിരമായതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു ചെറിയ ഡ്രൈവും ഷോപ്പിങ്ങിനൊക്കെ പോയി. ഇപ്പം ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അച്ഛനും മോനും ഭയങ്കര എക്സൈറ്റഡ് ടോയ് സെക്ഷനിൽ പോകാനാണ്. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, ദേവൂട്ടൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ചേട്ടൻ ഈ വീട് കാറ് കൊണ്ട് നിറയ്ക്കുമെന്ന്. ദേവൂട്ടൻ ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങളോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ബേബീസും അങ്ങനെ ആണെന്ന്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു പാക്കേജ് വന്ന് വീട്ടിലിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ പോയി. ഞാൻ എന്തായാലും എൻ്റെ വർക്കൗട്ട് മുടക്കിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.